അപ്പം എല്ലാതും നോക്കിയിട്ട് പൊട്ടിക്കണം. ചിലതിന് കയ്പക്കായ ഉണ്ടായിട്ടുണ്ട്. കുറച്ചെല്ലാം അങ്ങനെ കട്ടക്കൂട്ടം പോലെയുള്ള കാരണേ നമ്മൾ നന്നായി സൂക്ഷിച്ച് നോക്കി ഓരോന്നൊക്കെ ഒളിഞ്ഞും മറഞ്ഞൊക്കെ ഇരിക്കണ്ടാവും. ഇതേ 2 കുക്കുംബർ ഇതേവിടെ കിടക്കണം. 2 കുക്കുംബറും പൊട്ടിക്കാം. മോർണിംഗ് വിളവെടുപ്പാണിത്. കണ്ടോ? നമുക്ക് ഇനി അവിടെ വരണുണ്ടോ കാണണം. അപ്പോൾ ഒന്നിച്ചിട്ട് ആ മറ്റേൻ്റെ മേലെ കയറ്റിക്കുക. ഇതിങ്ങനെ നിറഞ്ഞ് കിടക്കുക. ചുരക്കയ്ക്ക് നമ്മുടെ ഇതിൻ്റെ മേലെ കയറി എടുക്കുക. കണ്ട, അത് നല്ല ഓട്ടയാവാൻ പോകണില്ലേ. അത് കുറച്ചും കൂടി ഹാർഡ് ഷെല്ല. കണ്ട, ചൊരക്കുണ്ടായി എടുക്കുന്ന. അത് വലുതാവാത്ത സാധനം. അതിൻ്റെ വളർച്ച അത്രയേ ഉള്ളൂ. അത് ഇതാ ചില കായ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ വളർച്ചയില്ലാണ്ട് കുരുടി പോയതാണ്. അത് പിന്നെ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നോക്കിയിട്ട് വേണം, ഓരോരുത്തർ വളർച്ചേനനുസരിച്ചിട്ട് വേണം നമ്മൾ പൊട്ടിക്കാൻ. പൊട്ടിച്ച സാധനങ്ങളാണ് ഇത് കേട്ടോ. ഇനിയുണ്ടൊരു മത്തങ്ങ, യെല്ലോ മത്തങ്ങ പൊട്ടിക്കാണ്ട്. ഞാൻ കാണിച്ചു തരാം. പൊട്ടിക്കാറായിട്ടില്ല. കുറച്ച് മൂക്കട്ടെ, കുറച്ച് നാൾ ഇരിക്കുമല്ലോ, അത് കാരണം. ആ, ഇതാണ് ഞങ്ങളുടെ മൽഗോവ. കണ്ടോ? ആ ആ ആ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഇല്ല, അടിയിലത്തെ മറ്റേ ഡബിൾ മാങ്ങ പൊട്ടിക്ക്. അതിനൊരു ഓട്ടീൻ്റെ ആരോ കൊത്തിയപ്പോഴേക്കും അതിനെ അത് രണ്ടും. ആ, ഈ സൈഡിൽ ആ ക്രാക്കാവാൻ പോവാ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ക്രാക്കില്ലേ? ആ, അത് ഞാൻ പറഞ്ഞത്. അത് 2-3 പൊട്ടിച്ചോളാം. ഇതാണ് നമ്മുടെ മൽഗോവ. ഇത് 3 അടുത്തായിട്ട് കാരണം ഇങ്ങനെയുള്ളത്. ഇന്ന് മൽഗോവ സൈസ് ഇതൊന്നല്ല കേട്ടോ, നല്ല സൈസിൽ ഉണ്ടോ. അടിയിലത്തെ നല്ല വലിയ സൈസാണ്. ഇത് ഒരുമിച്ചുണ്ടാകുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ മൽഗോവയ്ക്ക് നല്ല വലിപ്പം വരും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര